ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കാട്ടാക്കട മമൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സാ പിഴവിൽ 2.5 വയസ്സുകാരി മരിച്ചിരിക്കുന്നു എന്നതാണ്. സംസ്ഥാനത്ത് വീണ്ടും ഗുരുതരമായ ചികിത്സാ പിഴവാണ് ഉണ്ടായിരിക്കുന്നത്. ഇക്കുറി പിഞ്ചു കുഞ്ഞിന്റെ മരണത്തിൽ കലാശിച്ചിരിക്കുകയാണ് ചികിത്സാ പിഴവ്. കാട്ടാക്കട പുനലാൽ ചക്കിപ്പാറ സ്വദേശിയായ സിദ്ദിഖ് ഫൈസത്ത് ദമ്പതികളുടെ ഇരട്ട കുട്ടികളിൽ രണ്ടാമത്തെ കുട്ടിയായ ഐഷ ഫാത്തിമയാണ് മരിച്ചിരിക്കുന്നത്. ബന്ധുക്കൾ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. പോലീസിൽ നൽകിയ പരാതിയിൽ ആര്യനാട് പോലീസ് കേസെടുത്ത് FIR ഇട്ടു. കുഞ്ഞിന്റെ മരണത്തിൽ ആശുപത്രിയിലെ ചികിത്സകൾ ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കേസെടുത്തതും FIR ഇട്ടിരിക്കുന്നതും. സംഭവം ഇങ്ങനെയാണ്. ശ്വാസമുട്ടലിന് ചികിത്സയ്ക്ക് എത്തിയ 2.5 വയസ്സുകാരിയായ കുട്ടിക്ക് കയ്യിൽ 2 കുത്തിവയ്പ്പുകൾ എടുത്തു. തുടർന്ന് ബോധരഹിതയായ കുട്ടിയെ ഡോക്ടർമാരും നഴ്സും ചേർന്ന് മറ്റൊരു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടെ ബന്ധുക്കളുടെ അനുമതിയില്ലാതെയും അറിയാതെയും സ്വകാര്യ ആശുപത്രിക്കാർ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റിയിരുന്നു. മാതാപിതാക്കൾ എത്തിയപ്പോൾ മരിച്ചു എന്ന വാർത്തയായിരുന്നു അറിയാനായത്. മോള് ഡേക്കയിലാണ് പഠിക്കുന്നത്. അവിടെ വന്ന് സ്കൂളിൽ വിളിച്ച് പറഞ്ഞു ഒരു മോക്ക് പനിയുണ്ട്. 19-ആം തീയതി 18-ആം തീയതി പനിയാണ് വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഞാനും ഉമ്മയും കൂടെ നേരെ ഡേക്കർ സ്കൂളിൽ പോയി അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുപോയി ആര്യനാട് ആശുപത്രി കാണിച്ച് ആ ഡോക്ടറിനെ കാണിച്ച് ഈ കണ്ണിൻ്റെ പ്രശ്നം അത് കുട്ടിയുടെ ഡോക്ടറിനെ കാണിക്കണം, കുറവില്ലെങ്കിൽ അങ്ങനെ പിറ്റേന്ന് 19-ആം തീയതി ഇവിടെ മമൽ ആശുപത്രി വന്ന് കാണിച്ചു. അന്ന് സത്യനേശൻ ഡോക്ടറാണ് ഉണ്ടായിരുന്നത്, അവരാണ് അവിടുത്തെ മെയിൻ. ആ പുള്ളിയെ കാണിച്ച അവർ പറഞ്ഞ് ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ നീര് വന്നതെന്ന് അറിയത്തില്ല, പിന്നെ പനിക്കുള്ളതിൻ്റെ മെഡിസിൻ സിറപ്പൊക്കെ തന്ന് പിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മൂത്രം ടെസ്റ്റ് ചെയ്യാനും പിന്നെ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും കൂടെ തന്ന് പിന്നീട് കൊണ്ടുപോയാൽ കണ്ണാശുപത്രി കൊണ്ട് കാണിച്ചിട്ട് അങ്ങനെ 20-ആം തീയതി കണ്ണാശുപത്രി കൊണ്ടുവന്ന് കാണിച്ച് അവർ പറഞ്ഞു ഈ കണ്ണിൻ്റെ ഇത് വന്നത് ഒന്നേ ആഹാരം കഴിച്ചോ അല്ലെങ്കിൽ ഡ്രസ്സ് ഇട്ടപ്പോഴോ ഉള്ള അലർജിയാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ച് പിറ്റേന്നായപ്പോൾ ഈ അടഞ്ഞിരുന്ന കണ്ണ് നല്ലപോലെ തുറന്നു. അപ്പോൾ ഇന്നലെ നോക്കിയായിരുന്നു. എന്നിട്ട് ഇന്ന് ആയപ്പോൾ ഹാർട്ട് ബീറ്റ് പടപട ഇടിക്കുന്നു മോളെ. അങ്ങനെ ആശുപത്രി വിളിച്ച് ചോദിച്ച് ഡോക്ടർ ഉണ്ടെന്ന് വെച്ച് സത്യനേശൻ ഡോക്ടറില്ല, അവൈലബിൾ ആയിട്ടുള്ള അരുൺ വാര്യർ ഡോക്ടർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ലാബിൽ കൊണ്ടുവന്ന് എല്ലാം കൊടുത്ത് അവിടെ നിന്ന് പൈസയും വാങ്ങിച്ച് പൈസ അടച്ചിട്ട് നേരെ അരുൺ ഡോക്ടറിനെ OP എടുത്ത് അവിടെ കൊണ്ടുവന്ന് കാണിച്ച് അരുൺ ഡോക്ടർ പറഞ്ഞ് നല്ല ശ്വാസം മുട്ടലുണ്ടല്ലോ, നമുക്ക് ICUയിൽ കയറ്റി ആവി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആവി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മോൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് ഞാൻ വെള്ളം വാങ്ങിക്കാനും പോയി. ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുത്ത് അവൾ ആവി കഴിഞ്ഞതിന് ശേഷം ആ മുട്ടായി തിന്ന് നല്ലപോലെ തന്നെ ഇരിക്കുകയാണ്. അതിനുശേഷം ആവി എടുത്തതിന് ശേഷം നല്ലപോലെ ഇരിക്കുകയാണ്. അതിനുശേഷം അവർ ഒരു 2 ഇഞ്ചക്ഷൻ എടുത്ത് കയറ്റി എൻ്റെ മോളെ ചീരി ഇങ്ങനെ കോണി പോയിട്ട് ഇങ്ങനെ 3-4 പ്രാവശ്യം മരിച്ചിട്ട് ഇങ്ങ് മയങ്ങി വീണടിച്ചത്. പിന്നെ അതിനുശേഷം കുറേ ഡോക്ടർമാർ ഓടി വന്ന് CPR കുറേ ഒരു 30-40 മിനിറ്റോളം CPR കൊടുത്ത് പിന്നെ നമ്മളെല്ലാവരെയും വെളിയിറക്കി. ആ സമയം ഇപ്പോഴേ ഇറക്കി, അവിടെ വേറെ അടുത്ത് വാക്സിൻ ഉണ്ടായിരുന്നു, അവരെ ഇറക്കി. എന്നിട്ട് കുറേ പ്രാവശ്യം ഇങ്ങനെ ആക്കിയിട്ട് നമ്മളായിട്ടും പറയാതെ ഇവർ ആംബുലൻസ് വിളിച്ച് 2 ഡോക്ടർ, അവിടുത്തെ അരുൺ വാര്യർ ഡോക്ടറും ആ അന്ന് ഇന്നുണ്ടായിരുന്ന ആ ഡോക്ടർ അസിസ്റ്റ് ഡോക്ടറും ഒരു നേഴ്സും അവരും കൂടെ ആംബുലൻസിൽ കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നത്. അപ്പം എവിടെ പോകണമെന്ന് ചോദിച്ചു ഒന്നും പറയും നമ്മളാരും വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കിടന്ന് ബഹളം വെച്ചപ്പോഴാണ് എൻ്റെ ഉമ്മ ഇവിടെ കയറ്റിയത്. ഇതിന് ശേഷം അവർ പറയും എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ അവർ ഒരു നെയ്യാർ മെഡിസിറ്റി കൊണ്ടുവന്നു. അങ്ങനെ നെയ്യാർ മെഡിസിറ്റിയിൽ പറയും ഞങ്ങൾ വേറെ വണ്ടിയിൽ പോയി, അവർ ആംബുലൻസിലേക്ക് പോയി. അതിനുശേഷം നെയ്യാർ മെഡിസിറ്റി അവിടെ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇതേപോലെ ഇവിടെ കൊണ്ടുവന്നപ്പോഴേ മരണപ്പെട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ ഒരു 10 പ്രാവശ്യം കൊടുക്കുന്ന ഒരു മരുന്നിൻ്റെ അളവ് പറഞ്ഞു. എനിക്കത് ഏതെന്ന് അറിയത്തില്ല. ആദ്യം 2 കൊടുത്തപ്പോൾ തന്നെ അവർക്കൊരു 10 മിനിറ്റോളം അവൾ മരുന്നിൻ്റെ സഹായത്തോടുകൂടി 10 മിനിറ്റോളം ഹൃദയമിടിപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ വീണ്ടും പോയി. പിന്നെ ആ ഡോക്ടർ എന്നെ ഒന്നുകൂടെ വിളിച്ച് പറഞ്ഞു ഇനി ഒരു 8 കൂടെ കൊടുത്തു നോക്കാം, മാക്സിമം ഒന്ന് ശ്രമിക്കാം. എന്നിട്ട് അതൊരു 12 ആയപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു ഇതിന് പറ്റത്തില്ല, ആൾ പോയി ഇവിടെ ഓൾറെഡി മരിച്ചാണ് കൊണ്ടുവന്നത്. ഇങ്ങനെ നമ്മൾ മാക്സിമം CPR കൊടുത്ത് കാര്യമൊന്നും പറഞ്ഞില്ല. ഇതിൻ്റെ ഡെത്ത് എന്താണ് കാരണമെന്ന് അറിയത്തില്ല. പക്ഷെ ഇവിടെ കൊണ്ടുവന്നപ്പോഴേ മരിച്ചാണ് കൊണ്ടുവന്നത്. നമുക്ക് ഇനി ഇപ്പം പ്രയോറിറ്റി എന്നുള്ളത് കുഞ്ഞിനെ ജീവൻ രക്ഷിക്കാൻ നമ്മൾ CPR കൊടുക്കുക മാക്സിമം നോക്കുന്നുണ്ട്. ഇതാണ് പറഞ്ഞില്ല. അപ്പം മറ്റേ പഴയ ആ മമലിൽ ഉണ്ടായിരുന്ന ആ 2 ഡോക്ടർമാരും അവിടെ ഉണ്ടായിരുന്നു. അത് നേരത്തെ ഈ OP അരുൺ ഡോക്ടർ ആവി എടുക്കുന്ന സമയത്ത് എൻ്റെ പറഞ്ഞ് SITയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. SIT കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഈ റിസൾട്ടൊക്കെ കിട്ടുന്നതിന് മുമ്പേ ഇവർ ഈ ആവിയും കൊടുത്ത് ഇഞ്ചക്ഷനും കയറ്റായിരുന്നു. ഇഞ്ചക്ഷനാണ് കാരണം അതുവരെ എൻ്റെ മോള് നല്ലപോലെ ഇരിക്കുകയായിരുന്നു, നല്ല ആക്റ്റീവാണ്. എന്നോട് സംസാരിച്ചു. ഇഞ്ചക്ഷൻ എടുത്തത് എൻ്റെ മോളെ
ചെറിയ അങ്ങ് മാറി 2-3 പ്രാവശ്യം ശ്വാസം അങ്ങ് അങ്ങ് പോയി, അങ്ങ് മയങ്ങി വീണ്. അങ്ങനെ പെട്ടെന്ന് എൻ്റെ ഭാര്യയിൽ നിന്ന് കൊച്ചിനെ വാങ്ങിച്ച് അവിടെ വെട്ടി കിടത്തി അവർ CPR എടുക്കുകയും ചെയ്തു. വെറുതെ ഒരു അരമണിക്കൂർ എടുക്കുന്നത്. അവർ ഈ നെയ്യാർ മെഡിസിറ്റിയിലെ ഡോക്ടർ പറഞ്ഞ് ഒരു 15 മിനിറ്റെങ്കിലും കൊണ്ടുവന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഇവർ കുറേ ഒരു 40-50 മിനിറ്റോളം ഇവിടെ ഡിലേ ചെയ്തു. പരാതി ആര്യനാട് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. നാളെ 9:30 പോകാൻ പറഞ്ഞു ആര്യനാട് സ്റ്റേഷനിൽ. കുട്ടിയെ നെയ്യാർ മെഡിസിറ്റിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ചികിത്സാ പിഴവ് തന്നെയാണ് കാരണം. ഈ ഡോക്ടറും ആ ആശുപത്രിയും ഇവർ രണ്ടും കെയർലെസ് ആയിട്ടാണ് അവിടെ ചെയ്തത്. ഇതുവരെ ബന്ധപ്പെട്ടില്ല. ഞങ്ങൾ ആ സ്റ്റേഷനിൽ ഇരുന്നും കൊണ്ട് അവിടുത്തെ ഹോസ്പിറ്റലിൽ വിളിച്ചു, അവിടുത്തെ MD വിളിച്ചു, ഇവരാരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. കുറേ ഒരു 4-5 പ്രാവശ്യം ആ SI സാറ് അവരെ കോൺടാക്ട് ചെയ്തു, അവരാരും റെസ്പോണ്ട് ചെയ്തില്ല. അല്ല, അതിനെപ്പറ്റി അറിയത്തില്ല. അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ ഇതുവരെ കിട്ടിയിട്ടില്ല. അവർ കോൾ എടുത്തിട്ടില്ല. ഒരു 4-5 പ്രാവശ്യം എൻ്റെ മുമ്പായിരുന്നു വിളിച്ചത്, ഇതുവരെ അവർ ഫോൺ എടുത്തിട്ടില്ല. ഞാൻ 9:30 എൻ്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകാൻ, അവിടുത്തെ ബാക്കി നടപടികൾ നോക്കാൻ. 18-ാം തീയതി കുട്ടിക്ക് കണ്ണിന് അലർജി പോലൊരു അസുഖം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയമാക്കുകയും വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. 20-ാം തീയതി രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് നേത്ര കണ്ണാശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുകയും കണ്ണിന് തുള്ളിമരുന്ന് ഉൾപ്പെടെ നൽകി കുട്ടിയെ വീട്ടിലേക്ക് അയച്ചിരുന്നു. രാത്രി പനിയും ശ്വാസമുട്ടലും മൂർച്ഛിച്ചതിനെ തുടർന്ന് കുട്ടിയെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്തസാമ്പിളുകൾ ഉൾപ്പെടെ നൽകി വീട്ടിലേക്ക് മടങ്ങി. തുടർന്ന് രോഗശമനം ഇല്ലാത്തതിനാലും ശ്വാസമുട്ടൽ മൂർച്ഛിച്ചതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ എത്തിയപ്പോഴായിരുന്നു കുട്ടിക്ക് 2 ഇഞ്ചക്ഷനുകൾ നൽകി. തുടർന്ന് കുട്ടിയുടെ മുഖം ഒരു വശത്തേക്ക് കോണുന്ന അവസ്ഥയിൽ എത്തുകയും അബോധാവസ്ഥയിലേക്ക് വീഴുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് നിരവധി തവണ CPR ഉൾപ്പെടെ നൽകിയ ശേഷം രക്ഷിതാക്കളെ അറിയിക്കാതെ തന്നെ ഡോക്ടർമാരും നഴ്സും ചേർന്ന് കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കുട്ടിക്കൊപ്പം സിദ്ദിഖിന്റെ അമ്മയുമായി ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അല്പം മുമ്പ് കുട്ടി മരിച്ചു എന്നുള്ള പ്രതികരണമാണ് ഇവിടുത്തെ ഡോക്ടർമാർ നൽകിയത്. ഇന്ന് രാവിലെ ശ്വാസ തടസ്സം കാരണം കാട്ടാക്കട മമൽ ഹോസ്പിറ്റൽ അഡ്മിറ്റിന് വേണ്ടി പോവുകയുണ്ടായി. അവിടെ വെച്ച് പിതാവ് പറഞ്ഞതുപോലെ ആദ്യം ശ്വാസം കിട്ടാൻ വേണ്ടി ആവി കൊടുക്കുകയും അതിനുശേഷം ഇവരെ കയ്യിൽ ഒരു 2 ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷമാണ് കുഞ്ഞ് മയങ്ങി വീഴുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം അവരെ CPR കൊടുക്കുന്നു. പിന്നെ കുഞ്ഞിൻ്റെ മാതാവിനെയും പിതാവിനെയും അതുപോലെ ഉമ്മയും അവരെ പുറത്താക്കിയതിന് ശേഷം ഇവർ അതിനകത്ത് ഡോക്ടേഴ്സ് ചികിത്സിക്കുന്നു എന്നുള്ളതിൽ അവർ കാണിക്കുകയും ചെയ്തു. അതിനുശേഷം പെട്ടെന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആംബുലൻസിൽ അവിടുത്തെ ഡോക്ടർമാർ ചേർന്ന് തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലായ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോവുകയാണ് അറിഞ്ഞത്. അതിൽ പിതാവ് സിദ്ദീഖ് പറഞ്ഞിട്ട് ഈ ഉമ്മയെ കയറ്റാൻ സംബന്ധിച്ചിട്ട് പിന്നീട് പ്രശ്നം ഉണ്ടാക്കിയാണ് ഉമ്മയും കൂടെ ആ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി മെഡിസിറ്റി കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റിന് മുമ്പിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ സുഖമായി ചികിത്സ നടത്താമെന്നുള്ളത് അറിയിച്ചു. എന്നാൽ പിന്നീട് പറഞ്ഞത് പിതാവിനെ വിളിച്ച് പറഞ്ഞ് 2-3 ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു അവർ നോക്കി അവരെ പരമാവധി അവർ ശ്രമിച്ചതിന് ശേഷം കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഉടനെ തന്നെ വാർഡ് മെമ്പറായി എന്നെ അറിയിക്കുകയും ഞാൻ ഉടനെ തന്നെ നമ്മുടെ കാട്ടാക്കട മെഡിസിറ്റി പോയി ഇതിനെക്കുറിച്ച് തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് ഇത് തന്നെയാണ്. കുഞ്ഞിനെ എത്രയും നേട്ടം എത്തിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് സഹായിക്കാമായിരുന്നു, രക്ഷപ്പെടുത്താമെന്നുള്ള അവസ്ഥയിലാണ് അവർ പറഞ്ഞത്.